അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 97. വ്യാസെപ്പോഴും പറയും ലച്ചുമോളെ പോലെ തോന്നും മോളെ കാണാനെന്ന്. സത്യാട്ടോ, എൻ്റെ മോളെ പോലെ തോന്നുന്നുണ്ട് അമ്മയ്ക്കും. വനജയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അത് കണ്ട് ജ്വാലയും കണ്ണു നിറച്ചു. വനജ പെട്ടെന്ന് സാരിത്തുമ്പ് കൊണ്ട് കണ്ണുനീർ തുടച്ചു നീക്കി. മോള് വിഷമിക്കണ്ട, അമ്മ സന്തോഷം കൊണ്ട് പറഞ്ഞതാ. ജ്വാല മൂളി. ദേ വനജാമേ, എന്റെ കൊച്ചിനെ കരയിക്കണ്ടാട്ടോ. അവൾക്ക് എന്തെങ്കിലും കിട്ടിയാ മതി, അപ്പൊ തുടങ്ങും നിന്ന് മോങ്ങാൻ. അഗ്നി ജ്വാലയുടെ വിഷമം മാറ്റാൻ വേണ്ടി അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ജ്വാല അവനെ കൂർപ്പിച്ചു നോക്കി. ദേവേട്ടൻ വെറുതെ പറയാമ്മേ, ഞാൻ കരയൊന്നുമില്ല. അവള് പെട്ടെന്ന് കണ്ണുകൾ അമർത്തി തുടച്ചു. വനജ അഗ്നി മുഖത്തോട് മുഖം നോക്കി. അഗ്നി അവരെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. ആഹാ, ആരൊക്കെയത്? സുഖാണോ അഗ്നി? അപ്പോഴേക്ക് അകത്തൂന്ന് വ്യാസന്റെ അച്ഛൻ ബാലചന്ദ്രൻ പുറത്തേക്ക് വന്നുകൊണ്ട് ചിരിയോടെ അഗ്നിയോട് ചോദിച്ചു. അവൻ അയാളെ നോക്കി പുഞ്ചിരിച്ചു. സുഖ അങ്കിൾ. അവൻ അയാളെ നോക്കിയൊന്ന് ചിരിച്ചു. ഇതാണെന്റെ ജ്വാല. അഗ്നി ജ്വാല അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ജ്വാലയുടെ കവിൾ അത് കേൾക്കവേ വീർത്തുപോയി. ജ്വാലയാത്ര, അവൾ മനസ്സിൽ പറഞ്ഞു. എങ്കിലും അവൾ അയാളെ നോക്കി ചിരിച്ചു. ഓ, ഒന്ന് പോയട ചക്ക, നീ പറഞ്ഞു തന്നിട്ട് വേണ്ടേ ഞങ്ങൾക്ക് മോളെ അറിയാൻ. സുഖാണോ മോളെ? ചന്ദ്രൻ അവളുടെ തലയിലൊന്ന് തഴുകി. സുഖം, അവള് പറഞ്ഞു. അവൾക്ക് അവരോടൊന്നും ഒരകൽച്ചയും തോന്നിയില്ല. വ്യാസിനെ അവൾ സ്വന്തം ഏട്ടനായി കണ്ടതുകൊണ്ട് തന്നെ അവരെ അവൾ സ്വന്തം പോലെ കരുതി. എന്താ വനജെ, മക്കളെ ഇങ്ങനെ പുറത്തു നിർത്തിയാണോ സംസാരമൊക്കെ? അയാൾ ഭാര്യയെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു. അയ്യോ, ഞാനത് മറന്നു. വാ മക്കളെ, അകത്തേക്ക് വാ. അബദ്ധം പറ്റിയതുപോലെ അതും പറഞ്ഞ് വനജ അഗ്നിയുടെ കയ്യിലുള്ള ബാഗും വാങ്ങിപ്പിടിച്ച് മറുകൈയിൽ ജ്വാലയും പിടിച്ച് അകത്തേക്ക് നടന്നു. ജ്വാല അഗ്നിയെ ഒന്ന് തിരിഞ്ഞു നോക്കി. അത് കണ്ട് അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവൾ മുഖം വീർപ്പിച്ച് തലവെട്ടിച്ചു കളഞ്ഞു. ഈ പെണ്ണിന് എന്തു പറ്റി പെട്ടെന്ന്? അഗ്നി അമ്പരന്ന് പോയി. പെട്ടെന്ന് അതിന്റെ ഉത്തരം കിട്ടിയതുപോലെ അവന്റെ ചുണ്ടൊന്ന് വിടർന്നു. ഓ, ജ്വാല എന്ന് വിളിച്ചതുകൊണ്ടാ ഇവളെ കൊണ്ട്. അഗ്നി അവള് പോകുന്നത് നോക്കിക്കൊണ്ട് ചന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി. വാടോ, അകത്തേക്ക് വാ. അയാൾ അവനുമായി അകത്തേക്ക് നടന്നു. അകത്തേക്ക് കയറിയപ്പോൾ ജ്വാല അവിടെയെല്ലാം ചുറ്റി കാണുകയാണ്. വനജയോട് ഇന്ന് ഇവിടെ തങ്ങുന്നൊക്കെ പറയും ചെയ്യുന്നുണ്ട്. അത് കണ്ട് വനജ അവളെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട്. ഇരിക്കഗ്നി. ചന്ദ്രന്റെ ശബ്ദമാണ് വനജയുടെ നോട്ടം ജ്വാലയിൽ നിന്ന് മാറ്റിയത്. എടോ, മക്കൾക്ക് ചായ എടുക്ക്. ചന്ദ്രൻ പറഞ്ഞതും വനജ തലയാട്ടി കിച്ചണിലേക്ക് നടന്നു. കുഞ്ഞാ, ഇവിടെ വന്നിരുന്നേ. ജ്വാല ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ലച്ചുവിന്റെ ഫോട്ടോ നോക്കി വിഷമിച്ച് നിൽക്കുന്നത് കണ്ട് അഗ്നി പറഞ്ഞു. ജ്വാല പെട്ടെന്ന് സെറ്റിയിൽ വന്നിരുന്നു. ചന്ദ്രൻ അവളോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾ അതിനെല്ലാം അയാളോട് തിരികെ ഒരു പുഞ്ചിരിയോടെ തന്നെ മറുപടിയും കൊടുക്കുന്നുണ്ട്. അഗ്നി അവരുടെ സംസാരം കേട്ട് മാറിയിരുന്നതേയുള്ളൂ. അപ്പോഴേക്കും വനജ ചായയുമായി വന്ന് അത് ഇരുവർക്കും നൽകി. ജ്വാല അവരെ നോക്കി ചിരിച്ചുകൊണ്ട് ചായ ഗ്ലാസ് ടീപ്പോയിലേക്ക് വെച്ചു. എന്താ മോളെ, മോള് ചായ കുടിക്കില്ലേ? വനജ സംശയത്തോടെ ചോദിച്ചു. കുടിക്കൂലോ, ചൂടാ. അത് പോട്ടെ, അമ്മ ഇങ്ങോട്ട് ഇരിക്കേ, എനിക്ക് സംസാരിക്കാനുണ്ടല്ലോ അച്ഛനോടും അമ്മയോടും. അവള് പറഞ്ഞതും ചന്ദ്രൻ സന്തോഷത്തോടെ അവളുടെ അച്ഛനെന്ന വിളി കേട്ടിരുന്നു. ആ നിമിഷം അയാൾക്ക് ലച്ചുവിനെ വീണ്ടും ഓർമ്മ വന്നു. കുറുമ്പിയായിരുന്നു, എങ്കിലും പാവായിരുന്നു എൻ്റെ കുട്ടി. അയാളുടെ കണ്ണുകൾ തുളുമ്പാൻ വെമ്പി. ജ്വാല പെട്ടെന്ന് അയാളുടെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് വനജയെ പിടിച്ച് അടുത്തിരുത്തി. ചന്ദ്രൻ അവളുടെ നെറ്റിയിൽ പതിയെ തലോടി. അച്ഛാ. എന്താ മോളെ? അയാളിൽ നിറഞ്ഞ വാത്സല്യം. അച്ഛൻ വിഷമിക്കണ്ടാട്ടോ, ഞാനില്ലേ, എന്നെ മോളായിട്ട് കണ്ടോ, ഞാൻ നിങ്ങളുടെ ലച്ചു അല്ലേ? അവൾ അയാളോട് ഇടർച്ചയോടെ ചോദിച്ചപ്പോൾ അയാളുടെ കണ്ണുകൾ ഇത്തവണ അയാളെ തോൽപ്പിച്ചു കഴിഞ്ഞിരുന്നു. വനജയുടെ തേങ്ങൽ കൂടി അവിടെ ഉയർന്നതും ജ്വാല അവരെയും അവളിലേക്ക് ചേർത്ത് പിടിച്ചു. കരയണ്ടാട്ടോ, ഞാനില്ലേ, എന്നെ വ്യാസേട്ടൻ ഇടയ്ക്ക് ലച്ചുന്നാ വിളിക്കുക. എന്നെ ഒരുപാട് ഇഷ്ടം ഏട്ടന്. അതുപോലെ നിങ്ങൾക്കും എന്നെ ലച്ചുവിനെ പോലെ തോന്നുന്നുണ്ടോ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചതും വനജ പൊട്ടിക്കരഞ്ഞുപോയി. നീ ഞങ്ങളുടെ മോളന്നെയല്ലേ? വ്യാസൻ എപ്പോഴും നിന്നെക്കുറിച്ച് പറയാൻ ഇപ്പൊ സമയമുള്ളൂ. ലച്ചുവിന്റെ പോലെയാ, പാവ. അങ്ങനെ എങ്ങനെയാ? എപ്പോഴും മോളുടെ സംസാരം മാത്ര. അതെ, നീ ഞങ്ങളുടെ ലച്ചു തന്നെയാ. അവളെ ഈശ്വരന്മാര് ഞങ്ങൾക്ക് തിരിച്ചു തന്നതാ. വനജ തേങ്ങലോടെ പറഞ്ഞുകൊണ്ട് ജ്വാലയുടെ മുഖമാകെ ചുംബിച്ചു. ചന്ദ്രനും അവളുടെ കൈ പിടിച്ച് ചുംബിക്കുന്നുണ്ട്. അത്രയ്ക്ക് പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്തെ ജ്വാലയുടെ മനസ്സിനുണ്ടായിരുന്നുള്ളൂ. അടുത്ത നിമിഷം അവളും മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞുപോയി. അത്രയും നേരം അവരെ മൂന്നാളെയും നോക്കി പുഞ്ചിരിയോടെ ഇരുന്ന അഗ്നി വെപ്രാളത്തോടെ ജ്വാലയ്ക്ക് അടുത്തേക്ക് വന്ന് അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് അവളുടെ മുഖത്തൂന്ന് കൈപിടിച്ച് മാറ്റാൻ ശ്രമിച്ചു. അവൾ അതിനനുസരിച്ച് ബലം പ്രയോഗിച്ചു. ദേ കുഞ്ഞ, ഇങ്ങനെ കരയാനാണെങ്കിൽ നടക്ക്, നമുക്ക് പോവാ. അവൻ ഗൗരവത്തോടെ പറഞ്ഞു. ജ്വാല പെട്ടെന്ന് മുഖത്തൂന്ന് കൈമാറ്റി അവനെ നോക്കി. അഗ്നിക്ക് പാവം തോന്നി അവളുടെ മുഖം കണ്ടിട്ട്. എപ്പോ തുടങ്ങിയ കരച്ചിലാന്ന് വല്ല ചിന്തയുണ്ടോ നിനക്ക്? ഇനി ഇവിടെ നിൽക്കണ്ട, വാ നമുക്ക് പോവാ.
അവൻ കപട ഗൗരവത്തോടെ പറഞ്ഞു. ജ്വാല പെട്ടെന്ന് കണ്ണുകൾ അമർത്തി തുടച്ചു. ഞാൻ വരൂല. ആ മറുപടിയിൽ അവൾക്ക് ചുറ്റും ഇരുന്നവർക്കെല്ലാം ഒരുപോലെ ചിരി വന്നു പോയി. അഗ്നി അത് മറച്ചു പിടിച്ചുകൊണ്ട് അവളെ തറപ്പിച്ചു നോക്കി. നീ വരും, ഇങ്ങനെ കരഞ്ഞിരിക്കാനാണെങ്കിൽ പോവും എന്നെ ചെയ്യും നമ്മള്. അഗ്നി ചുണ്ടുകൊട്ടി പറഞ്ഞതും ജ്വാലയുടെ ചുണ്ട് കൂർത്തുപോയി. ദേവേട്ടൻ തനിച്ചങ്ങോട്ട് പോയാൽ മതി, ഞാനിന്ന് ഇവിടെ നിൽക്കുക, നാളെ വരൂ, ദേവേട്ടൻ പൊക്കോ. അവള് പറഞ്ഞതും ചന്ദ്രനും വനജയും അവളുടെ സംസാരം കേട്ട് ചിരിക്കാൻ തുടങ്ങിയിരുന്നു. ആ നടന്ന തന്നെ, ഞാൻ പോകുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ നീയും കാണും, അഗ്നി ഉറപ്പിച്ചു പറഞ്ഞു. അപ്പൊ ദേവേട്ടനും പോണ്ട. അച്ഛാ, അമ്മ പറ, ഞാനിന്ന് ഇവിടാന്ന് പറ. അവള് ചന്ദ്രനോടും വനജയോടും ചുണ്ടു പിളർത്തിക്കൊണ്ട് പറഞ്ഞു. വനജ പെട്ടെന്ന് അവളെ തന്നിലേക്ക് അടക്കി പിടിച്ചു. എന്താ അഗ്നി നിനക്ക്? മോളെ വിഷമിപ്പിക്കാതെ, രണ്ടാളും ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നതല്ലേ ഇന്ന്, അപ്പോ നാളെ പോയാ മതി, വനജ ഉറപ്പിച്ചു പറഞ്ഞതും ജ്വാല വിജയ ചിരിയോടെ അവനെ നോക്കി. അത് കണ്ട് അഗ്നി അവളെ നോക്കി കണ്ണുരുട്ടുന്നുണ്ട്. നോക്കുന്ന നോക്ക് കുറുമ്പി, വനജാമ്മ കരുതുന്ന പോലെ ഈ പെണ്ണത്ര പാവൊന്നല്ല, വികൃതിയാ. അഗ്നി അവളെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. ചന്ദ്രൻ അവന്റെ സംസാരം കേട്ട് അവളോടാണോ എന്ന പോലെ കണ്ണുകൊണ്ട് ചോദിച്ചു. അവൾ അല്ല എന്ന് അയാളോട് തലയാട്ടി. അവളെ ഇടങ്ങണിട്ട് നോക്കുന്ന അഗ്നിക്ക് ഇതൊക്കെ കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു. എടാ അഗ്നി, അവള് വികൃതിയൊന്നുമല്ല, നീ വെറുതെ കൊച്ചിനെ ദേഷ്യം പിടിപ്പിക്കാതെ, ഇനി മോള് കരയില്ല അല്ലേടാ? ചന്ദ്രൻ ജ്വാലയോട് സ്നേഹത്തോടെ ചോദിച്ചു. അതെ, കരയൂല, പിന്നെ ദേവേട്ടൻ ഇനി എന്നോട് മിണ്ടേ വേണ്ട. അവളുടെ കവിളുകൾ വീർത്തുപോയി. അതെന്താണാവോ? അഗ്നി കുറുമ്പോടെ അവളുടെ കവിളിൽ ഒരു കുത്തുവെച്ചു കൊടുത്തു. അവൾ വനജയുടെ അടുത്ത് നിന്നും നിവർന്നിരുന്നു. എന്താന്ന് ദേവേട്ടൻ അറിയില്ലേ? ഇന്നെന്തിനാ ജ്വാലയാണെന്ന് പറഞ്ഞ് ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തേ? അവള് ദേഷ്യത്തോടെ ചോദിച്ചു. നിന്റെ പേര് അതല്ലേ? അവൻ കണ്ണിറുക്കി. പെണ്ണിന്റെ മുഖം ആകെ ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ട്. ദേവേട്ടനെ അങ്ങനെ വിളിക്കണ്ട, മനസ്സിലായോ? അവൾ അവന്റെ ഷർട്ടിൽ ചുരുട്ടിപ്പിടിച്ചു. അയ്യോ മോളെ. അത് കണ്ട് വനജ കണ്ണുമിഴിച്ചു പെട്ടെന്ന് അവളെ വിളിച്ചു. അഗ്നി കൈയുയർത്തി അവരെ തടഞ്ഞു. നോട്ടം അപ്പോഴും ജ്വാലയിലാണ്. ഞാൻ വിളിക്കും, അതല്ലേ നിന്റെ പേരപ്പോ? അത് തന്നെ വിളിക്കും. ജ്വാല, 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 അവൻ വീണ്ടും വീണ്ടും പറഞ്ഞു. ജ്വാല പെട്ടെന്ന് താഴ്ന്നു വന്ന് അവന്റെ കവിളിൽ അമർത്തി കടിച്ചു. സാധാ കടിക്കുന്നത് പോലെയല്ല, ഇത് അഗ്നിക്ക് ശരിക്കും വേദനിച്ചിരുന്നു. വനജയും ചന്ദ്രനും ഇതെന്ത് കൂത്തെന്ന പോലെ കവിളിൽ കൈകൊടുത്ത് ഇരിക്കുന്നുണ്ട്. ആ വിടു കുഞ്ഞ, വേദനിക്കുന്നടി, അവൻ കണ്ണിറുക്കി അടച്ചുകൊണ്ട് പറഞ്ഞു. ജ്വാല അവന്റെ കവിൾ പല്ലുകൊണ്ട് ഒന്നുകൂടി വലിച്ചെടുത്ത് വിട്ടു. അഗ്നി അവളെ പരിഭവത്തോടെ നോക്കി കവിളൊഴിഞ്ഞു. എനിക്ക് നല്ലോണം വേദനിച്ചു കേട്ടോ കുഞ്ഞ. നന്നായിപ്പോയി, എന്നെ കുഞ്ഞാന്ന് വിളിച്ചല്ലോ കടി കിട്ടിയപ്പോ, ഇനി ജ്വാലാന്ന് വിളിക്കോ? ഇല്ല, അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. അവളുടെ കണ്ണുകളും ഒരു നിമിഷം ആ കണ്ണുകളിൽ കുരുങ്ങിപ്പോയതും അവന്റെ കണ്ണുകളിൽ മറ്റെന്തോ ഭാവം ജ്വാല കണ്ടു. പിടച്ചിലോടെ അവൾ അവനെ വിട്ടുമാറിയിരുന്നു. അഗ്നി അവളെ നോക്കി കള്ളച്ചിരി ചിരിച്ച് നിലത്തൂന്ന് എഴുന്നേറ്റു. പിന്നെയും ചന്ദ്രനും വനജയും ജ്വാലയും കൂടി സംസാരം തുടങ്ങി. ജ്വാല അവരോട് കുറുമ്പോടെ ഓരോന്ന് പറയുന്നതിനനുസരിച്ച് പൊട്ടിച്ചിരിക്കുന്ന വനജയും ചന്ദ്രനെയും കണ്ട് അഗ്നിയുടെ മനസ്സ് നിറഞ്ഞു. ലച്ചു പോയതിനു ശേഷം ആദ്യമായിട്ടാ അവരിങ്ങനെ ചിരിക്കുന്ന കാണുന്നേ. അഗ്നി ഓർത്തു. ഇപ്പോ ആ മുഖങ്ങളിലെല്ലാം വിരിഞ്ഞു നിറഞ്ഞ ചിരിക്ക് കാരണം എന്റെ കുഞ്ഞനല്ലേ? അത് ഓർക്കവേ അവന് അവളോടുള്ള പ്രണയം കൊണ്ട് ഹൃദയം നിറഞ്ഞു കവിഞ്ഞു. അവളെ അടക്കി പിടിക്കാൻ തോന്നി. എന്റേതാ, എന്റേത് മാത്രമാണെന്ന് പറയാൻ തോന്നി. ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ എല്ലാവരുടെയും മനസ്സിൽ ഇത്രയും വേഗം ഒരു സ്ഥാനം പിടിക്കാൻ അവൾക്ക് മാത്രമേ കഴിയൂ എന്ന് അവൻ നിറഞ്ഞ ചിരിയോടെ പ്രണയത്തോടെ മനസ്സിൽ പറഞ്ഞു. അഗ്നിക്കും ജ്വാലയ്ക്കും കൂടി മുകളിലുള്ള വ്യാസിന്റെ റൂമിന്റെ നേരെ ഓപ്പോസിറ്റുള്ള റൂമാണ് ചന്ദ്രൻ കൊടുത്തത്. അഗ്നി ഫ്രഷാകാൻ കയറിയ സമയം കൊണ്ട് വനജയും ചന്ദ്രനും കൂടി ജ്വാലയ്ക്ക് അവിടെ ചുറ്റുമെല്ലാം കാണിച്ചു കൊടുത്തു. താഴെയുള്ള ലച്ചുവിന്റെ റൂമിലേക്ക് കയറിയപ്പോൾ മാത്രം അവരുടെ ഇരുവരുടെയും കണ്ണുകൾ നിറയുന്നത് അവള് കണ്ടു. അവൾ ചന്ദ്രന്റെയും വനജയുടെയും തോളിലൂടെ കൈയിട്ട് അവരെ ചേർത്ത് പിടിച്ചു. നിറഞ്ഞ കണ്ണുകളിൽ വാത്സല്യം നിറഞ്ഞു. അതേസമയം ഒരു തണുത്ത കാറ്റ് അവരെ കടന്നു പോകുന്നത് ചന്ദ്രനും വനജയും അറിഞ്ഞു. അവർ രണ്ടാളും പരസ്പരം മുഖാമുഖം നോക്കി. അത് തങ്ങളുടെ മകളുടെ സാമീപ്യമാണെന്ന് ആ അച്ഛനും അമ്മയ്ക്കും അറിയാമായിരുന്നു. എങ്ങനെ ശാന്തി നേടിപ്പോവും അവൾ ഈ അമ്മയുടെ അച്ഛൻ്റെയും കണ്ണീര് കണ്ട്? പക്ഷെ ഇപ്പോ ലച്ചുവിന്റെ ആത്മാവിന് സന്തോഷമാണ്. അവളും കാണുകയാണ് അവരുടെ ചുണ്ടിലെ ചിരി. വർഷങ്ങൾക്ക് ശേഷം ആരും അവളെ കാണുന്നില്ലെങ്കിലും ലച്ചു ഉണ്ടായിരുന്നു ആ റൂമിൽ ഒരു മൂലയ്ക്ക്. അവളുടെ അച്ഛനെയും അമ്മയും കൂടെ അവരുടെ സന്തോഷത്തിന് കാരണക്കാരിയായ ജ്വാലയെ നോക്കിക്കൊണ്ട് നിറഞ്ഞ ചിരിയോടെ. ലച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. അത് തൻ്റെ അമ്മയുടെ അച്ഛൻ്റെ സന്തോഷം കണ്ടിട്ടാണ്. അവരടക്കി പിടിച്ചുകൊണ്ട് അമ്മ എന്നും അച്ഛനെന്നും വിളിക്കുന്ന ജ്വാലയെ കണ്ട സന്തോഷം കൊണ്ടാണ്. തൻ്റെ പ്രിയപ്പെട്ട ഏട്ടൻ്റെ മുഖത്തെ പുഞ്ചിരി കൂടി ആ വീട്ടിൽ നിന്ന് നേരിൽ കണ്ടാൽ ലച്ചുവിൻ്റെ ആത്മാവ് സന്തോഷത്തോടെ മടങ്ങും ഈ ലോകത്തിൽ നിന്ന്. അവരിലെ സന്തോഷം തിരികെ നൽകാൻ ജ്വാലയുണ്ടെന്ന പ്രതീക്ഷയോടെ. രാത്രിയായിട്ടും ജ്വാലയും വനജയും ചന്ദ്രനും വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരുന്നില്ല. രണ്ടാളോടും കുറുമ്പോടെ സംസാരിച്ചുകൊണ്ട് ചിരിക്കുന്ന ജ്വാലയെ നോക്കി
ടി വി ഓണാക്കി അതിനു മുന്നിൽ ഇരിക്കുകയാണ് അഗ്നി. പക്ഷെ അവന്റെ നോട്ടം മുഴുവൻ അവർ മൂന്നാളിലുമായിരുന്നു. എന്നിട്ടുണ്ടല്ലോ അമ്മേ, ഈ ആരവേട്ടൻ എപ്പോഴും എന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചോണ്ടിരിക്കും. ലാസ്റ്റ് അമ്മയുടെ അടുത്തുനിന്നോ ദേവേട്ടന്റെ അടുത്തുനിന്നൊക്കെ വഴക്ക് കേൾക്കുമ്പോൾ ഒതുങ്ങും. ജ്വാല വനജയോട് അതും പറഞ്ഞ് വാവുപൊത്തി ചിരിച്ചു. അവളുടെ സംസാരം കേട്ട് വനജയെ ചിരിച്ചുപോയി. പെട്ടെന്ന് ഗേറ്റ് കടന്ന് ഒരു കാർ അകത്തേക്ക് കയറുന്ന ശബ്ദം എല്ലാവരും കേട്ടു. ആ, വ്യാസ് വന്നൂന്ന് തോന്നണു. അതും പറഞ്ഞ് വനജ സോഫയിൽ നിന്ന് എഴുന്നേറ്റു. ജ്വാല പെട്ടെന്ന് അവരുടെ കയ്യിൽ പിടിച്ചു. അവരെന്തായെന്ന പോലെ അവളെ നോക്കി. അതുണ്ടല്ലോ അമ്മേ, ഞാൻ വന്നിട്ടുണ്ടെന്ന് ഏട്ടനോട് പറയല്ലേ. ജ്വാല പറഞ്ഞതും വനജ ചിരിയോടെ തലയാട്ടി. അതിന് നമ്മുടെ ബുള്ളറ്റ് പുറത്തന്നെ ഇരിപ്പല്ലേ കുഞ്ഞാ, അപ്പോ അവന് മനസ്സിലാവില്ലേ? അഗ്നി ചോദിച്ചു. അത് ദേവേട്ടന്റെ വണ്ടിയല്ലേ, ദേവേട്ടൻ വന്നു എന്നറിഞ്ഞാലും ഞാൻ വന്നു പറയണ്ടെന്നാ പറഞ്ഞ്. ജ്വാല ചുണ്ടു കൂർപ്പിച്ചു. ഓ അങ്ങനെ. അഗ്നി ഇളിച്ചു. ആ, അങ്ങനെ തന്നെ. അമ്മ അച്ഛനും ചെല്ല്. അവൾ വനജയും ചന്ദ്രനെയും പുറത്തേക്ക് പറഞ്ഞു വിട്ടു. അവർക്ക് പിറകെ തന്നെ ജ്വാലയും പോകുന്നത് കണ്ട് അഗ്നി സംശയത്തോടെ അവൾക്ക് പുറകെ നടന്നു. അവൾ ഡോറരികിൽ മറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോ അഗ്നിക്ക് ചിരിയാണ് വന്നത്. കൊച്ചുകുട്ടികൾ ഒളിച്ചു നിൽക്കുന്നത് പോലെ. അവൻ നെഞ്ചിൽ കൈകെട്ടി നിന്ന് അവളെ തന്നെ നോക്കി. അവന്റെ നോട്ടം കണ്ട് ജ്വാല സ്വയം ചുണ്ടിൽ വിരൽ വെച്ച് മിണ്ടരുതെന്ന് ആക്ഷൻ കാണിച്ചു. അഗ്നി തലയാട്ടി സമ്മതിച്ചു. തുടരും.